വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ 2022-2023 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കൊറോണ ടൈം ആയിരുന്നു. ആ ടൈമിലെടുത്ത് കുറച്ച് ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. 5 minutes 33 seconds ഉണ്ട്. സോ ഞാൻ എന്തിനെ കുറിച്ചാണ് ഞാൻ പറയാം. അപ്പോൾ ആദ്യം അതിനെക്കുറിച്ച് വെച്ചാൽ നമുക്ക് വീഡിയോയിലേക്ക് നേരെ കിടക്കാം, അല്ലെങ്കിൽ ബോർ അടിച്ചു പോകും. എന്ന് പറയുമ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോഴും പണ്ടും വീഡിയോ ഇങ്ങനെ വ്ളോഗ് എടുക്കുമ്പോൾ ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ തന്നെ ഞാൻ 3ാമത്തെ തവണ കണ്ടാണ് എടുക്കുന്നത്. ഇത് ഫുള്ള് സ്റ്റോറേജ് പോയി. ഇതിൻ്റെ ഒന്നാമത് ഇവിടെയൊക്കെ ഒരു ബ്ലാക്ക് സർക്കിൾ പോലെ ഉണ്ട്. പഴയ ഫോൺ ആയതുകൊണ്ട് ഇതിന് ഒന്നാമത് മറ്റേ ഇതുമില്ല, സിമ്മില്ല ഇതിന്. സോ അത്രയ്ക്ക് നെറ്റൊന്നും എനിക്ക് കിട്ടില്ല. അപ്പോൾ എനിക്ക് വൈഫൈ ഉള്ള സ്ഥലത്ത് മാത്രമേ കിട്ടിയാലേ കിട്ടും, ആണെങ്കിൽ ആവട്ടെ. അപ്പം ഞാനാണെങ്കിൽ ഞാൻ പണ്ട് പോഡ്കാസ്റ്റ് കളിക്കായിരുന്നു. നമ്മൾ ഒരാളിങ്ങനെ പറയത്തില്ലേ, മറ്റേ FM റേഡിയോ പോലത്തെ ഇങ്ങനെയായിരുന്നു, ഹലോ അങ്ങനെ ഞാൻ കളിക്കുകയായിരുന്നു. ഇപ്പോഴും ഞാൻ ചിലപ്പോൾ ചെയ്യും. എന്നുവെച്ചാൽ വ്ളോഗ്, പണ്ട് FM ആയിരുന്നു, ഇപ്പോൾ വ്ളോഗ്. അപ്പോൾ ഇതൊരു 2nd standard 3rd standardലെങ്ങാണ് ഞാൻ എടുത്തതാണ്. ഞാൻ പറയാം, I think 2nd standard 3rd standard. Okay, എന്തെങ്കിലും ആവട്ടെ. സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ ആൻഡ് ചിരിച്ച് നിങ്ങൾ. ആൻഡ് പിന്നെ എൻ്റെ സ്കൂളിലുള്ള ആരെങ്കിലും പ്ലീസ് ഡോണ്ട് എംബാരസ് മീ ഇൻ സ്കൂൾ. അല്ലെങ്കിൽ എന്നെ അറിയുന്ന ആൾക്കാരെങ്കിൽ അവിടെ പോയൊന്നും പറയരുത്. സോ യാ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ഷോ. ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കാം. അവിടെ മഴയൊക്കെ ഉണ്ടോ? സുഖം. നിങ്ങളോ? നിങ്ങളെല്ലാവരും സുഖം. മഴയൊക്കെ ഉണ്ടല്ലേ? ഇവിടെ മഴ പെയ്യുന്നു. വെളുപ്പിന് എത്ര മണിക്കാണ് എനിക്ക് എന്നോട് വെളുപ്പിനായിരുന്നു, അത് രാത്രിയായിരുന്നു. രാവിലെ 1 മണി 2 മണി അങ്ങനത്തെ ഏതോ സമയം ഞാൻ സമയം ശ്രദ്ധിച്ചില്ല. ആ സമയത്ത് എങ്ങാണ്ടായിരുന്നു മഴ, ഇടിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഇടിയൊക്കെ പേടിയാ. അത് ഞാൻ അച്ഛനടുത്ത് പോയി കെട്ടിപ്പിടിക്കും. പിന്നെ ഞാൻ ചെവി പൊത്തിപ്പിടിക്കും. അമ്മ പോലെ ചെവി മാറ്റിക്കെന്ന് പറയും. പിന്നെ കൊച്ചങ്ങനെ അമ്മയുടെ അവിടെ പോയി കെട്ടിപ്പിടിച്ച് കിടക്കും. പിന്നെ ചെവി പൊത്തി കിടക്കും. അപ്പൊ അവിടെ കിടന്ന് അടങ്ങി ഞാൻ ചെവി പൊത്തി കിടന്നടങ്ങി അങ്ങനെ. പിന്നെ സുഖല്ലേ? ഇവിടെയൊക്കെ ഇന്ന് മഴ പെയ്യുന്ന തോന്നുന്നു. നല്ല മഴക്കാലൊക്കെ ഇവിടെ നിപ്പുണ്ട്. എന്നാലും മഴക്കാലൊക്കെ ഉണ്ട്. ഇപ്പൊ ലൈറ്റ് നേരത്തെ കുറച്ചുണ്ടായിരുന്നില്ലേ, ഇപ്പൊ കുറച്ച് കുറേ. അപ്പൊ ഇന്ന് മഴ പെയ്യും നന്നായിട്ട്. അവിടെ മഴക്കാലൊക്കെ നിൽക്കുന്നുണ്ടോ? എനിക്കൊരു മമ്മിയുണ്ട്. മമ്മി എൻ്റെ അമ്മയുടെ അമ്മൂമ്മ. ഞാൻ മമ്മീനെ വിളിക്കുന്നത്. മമ്മിയുടെ അവിടെ നല്ല മഴയുണ്ട്. പക്ഷെ ഞാൻ ഒരു ദിവസം അവിടെ പണ്ട് ഡിസംബർ ഏപ്രിൽ 15, 16 ആയിരുന്നല്ലോ ബർത്ത്ഡേ. അപ്പൊ അവിടെ പോയി ബർത്ത്ഡേ ആഘോഷിച്ചു. അവിടെ മഴ പെയ്ത സമയം മഴയെ കളിച്ചു, നല്ല രസമായിരുന്നു. അവിടെ കുറെ വെള്ളം ഇങ്ങനെ കെട്ടിക്കളഞ്ഞ സമയത്ത് ചാടി കളിച്ചു. നല്ല രസമായിരുന്നു ആ സമയത്ത് കളിക്കാൻ. ഇപ്പോഴും ആലോചിച്ചോണ്ടിരിക്കുന്നു. ഇവിടെ ഒഴുകി പോകുന്ന സ്ഥലമാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മമ്മിയുടെ വീട്ടിൽ പോലെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കൂല. കണ്ടോ, വെള്ളം കെട്ടി നിൽക്കൂല. അതാ പ്രശ്നം പറ്റിയ. പിന്നെ എന്താ പറയാ, നിങ്ങളെ എന്തെങ്കിലും ചോദിച്ചോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ഷോ ഇവിടെ അവസാനിപ്പിക്കാം. നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചില്ലേ? ആ വെളുപ്പിന്റെ സമയത്ത് എനിക്കിപ്പോഴും ആലോചിച്ച് ചെയ്യുമായിരുന്നു. പിന്നെ അപ്പൊ നമുക്ക് ഈ ഷോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ അടുത്ത കളിയും ചിരിയും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ കൊണ്ടുവരാം. ഞാൻ പറഞ്ഞില്ല, അന്നത്തെ ഷോയില് ബില്ലിംഗ് ബ്ലോഗ്സ് പോലും കളിയും ചിരി. ഈ പ്രാവശ്യം ചിരി വന്നില്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യും? ഇനി നമുക്ക് അടുത്ത ഷോയിൽ കാണാം, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ഷോയിൽ നല്ല കളി, നല്ല ചിരിയായിട്ട് ഞാൻ വല്ല നല്ല കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നിങ്ങളെ പറയിപ്പിച്ചില്ലെങ്കിൽ ബില്ലിംഗ് ബ്ലോഗ്സ് വെച്ച് അടുത്ത ഷോയിൽ ഞാൻ ബില്ലിംഗ് ബ്ലോഗ്സ് വെച്ച് ചിലപ്പോൾ ബെഡ്റൂം ഉണ്ടാക്കാം. ഒരു വീട്ടിൽ ലിവിങ് റൂം, കിച്ചൺ, ബാത്റൂം, ബെഡ്റൂം, പിന്നെ പുറത്ത് കുറച്ച് സ്ഥലങ്ങളും പിന്നെ ഒരു കാറും കുറച്ച് ആക്ടേഴ്സും. ഓക്കെ, പെപ്പ പിഗിൻ്റെ ആണ്. പെപ്പ
നിങ്ങൾ ചിലവർ കാണാറില്ലേ പെപ്പ പിഗിന്റെ അല്ലേ? ആ ആരൊക്കെയല്ല? പെപ്പ, ജോർജ്, മമ്മി, ഡാഡി, സൂസി. ഈ 4 പേരാണ്. ഈ 5 പേരും ചിലപ്പോൾ ഡാനി ഡോഗും ക്യാൻഡി ക്യാറ്റ് അവർ നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ. അപ്പം അവരെയും കൂടെ ഞാൻ ആ ഷോയിൽ കൊണ്ടുവരും. അത് ബിൽഡിംഗ് ബ്ലോക്സിൽ എനിക്ക് ശരിക്കും അതേപോലെ ഒന്നുമില്ല. ഇനി ബിൽഡിംഗ് ബ്ലോക്സ് വെച്ച് അങ്ങനെ ഞാൻ കളിക്കുകയായിരുന്നു. അതേപോലെ വീടൊക്കെ വെച്ച് എൻ്റെ സുഹൃത്ത് അൻറ്റി, എൻ്റെ ഫ്രണ്ട് അൻറ്റി ഒരു ദിവസം സ്ലീപ്പ് ഓവർ ചെയ്യുമ്പോൾ നമ്മൾ കുറേ നേരം കളിച്ചു. ഞാൻ TV കാണാമെന്ന് പറഞ്ഞപ്പോൾ അന്തി ചെയ്തില്ല. പിന്നെ നമുക്ക് കളിക്കുമ്പോൾ നല്ല രസമായിരുന്നു. കുറേ നേരം കളിച്ചു. ആ ദിവസം നമ്മൾ കുറച്ച് നേരം ഉച്ചയ്ക്ക് ആ സമയത്ത് മാത്രം കുറച്ച് നേരം TV കണ്ടു. ബാക്കിയെല്ലാ ദിവസവും നമ്മൾ കളിച്ചു. ബാക്കിയെല്ലാ സമയത്ത് കളിച്ചു. നല്ല രസമായിരുന്നു ആ സമയത്ത്. അൻറ്റി പിന്നെ മനുവിനി 22-ന് അഞ്ച് പിന്നെയും സ്ലീപ്പ് ഓവർ ചെയ്യാൻ എൻ്റെ വീട്ടിൽ വരുമെന്ന്. ഞാനും അവിടെ പോയിരുന്നു ഒരു ദിവസം അവിടെ സ്ലീപ്പ് ഓവർ ചെയ്യാൻ. ആ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല അല്ലേ, കൊറോണ ആയതുകൊണ്ടല്ലേ. പിന്നെ രശ്മി മാസം എൻ്റെ അമ്മ പ്രഗ്നൻ്റാ. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എൻ്റെ ഇവിടെ കൊണ്ടാക്കും. അതാകുമ്പോൾ നമുക്ക് കളിക്കുകയും ചെയ്യാം. അങ്ങനെ കാടില്ല, കാടിൽ കൊണ്ടാക്കും. ചിലപ്പോൾ ബൈക്കിൽ, ചിലപ്പോൾ കാറിൽ കൊണ്ടാക്കും. നല്ല മഴ ആയിരിക്കും. നല്ല ക്ലൗഡ്സ് ഒക്കെ ഇതേപോലെ ഇരിക്കുന്നു. കാണാമോ? ഇല്ല അല്ല, കാണില്ലല്ലോ. എന്നാൽ നിങ്ങൾക്ക് ഇവിടെ നല്ല ക്ലൗഡ്സ് ഇങ്ങനെ ഡാർക്ക് ഇരിക്കുന്നേ. അതാ ഞാൻ പറഞ്ഞത്, ക്ലൗഡ്സ് ഇങ്ങനെ ഡാർക്കായിട്ട് ഇരിക്കുന്നു. ഇനി നമുക്ക് വൈൻഡപ്പ് വന്നിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്തിട്ടില്ല അല്ലേ? നിങ്ങളുടെ സംസാരിക്കാൻ എനിക്ക് നല്ല രസമുണ്ട്. വൈൻഡപ്പ് ചെയ്യാൻ പോലും ഇങ്ങനെ കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്യാം. ബൈ, താങ്ക് യു എവരിവൺ. നമുക്കിനി അടുത്ത ഷോയിൽ വീണ്ടും കാണാം. ബൈ.